നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ഏപ്രിൽ 13-നാണ്. അപ്പോൾ ഏകദേശം 365 ദിവസത്തോളം നമ്മൾ ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലുമെല്ലാം നിരന്തരം കയറി ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. അപ്പോൾ നമുക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട അനുഭവമാണ് ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ സെക്രട്ടേറിയറ്റിലാണെങ്കിലും CM-ന്റെ ഓഫീസിലാണെങ്കിലും DYFIയുടെ ഓഫീസിലാണെങ്കിലും AKG സെന്ററിലാണെങ്കിലും നിരന്തരം പൊക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എന്തിനാണ് ഈ മെറിറ്റിൽ വന്ന ഈ ഉദ്യോഗാർത്ഥികളോട് ഇങ്ങനൊരു നിഷേധാത്മകമായ ഒരു സമീപനമെന്ന് നമുക്ക് ഇത്രയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നമ്മളൊരു പിന്മാതിരി നിയമനത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ വെറുതെ റോഡിൽ കൂടെ പോയിട്ട് ഒരു പാർട്ടി നിയമനത്തിന് വേണ്ടിയിട്ടോ പോയി കിടന്ന് കാല് പിടിച്ചതൊന്നുമല്ല. നമുക്ക് അർഹതപ്പെട്ട ഈ ഇരിക്കുന്ന ഇവിടെ സമരം ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കട്ട് ഓഫിനെക്കാട്ടിയും 10ഉം 15ഉം 20ഉം മാർക്കും കൂടുതൽ ലഭിച്ച ഉദ്യോഗാർത്ഥികളാണ്. എന്നിട്ട് പോലും അവർക്ക് ന്യായമായിട്ട് കിട്ടാനുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എല്ലാവരും ഓഫീസിൽ പോകുന്ന പോലെ ഈ DYFI ഓഫീസിലും AKG സെന്ററിലും സെക്രട്ടറിയിലും ഒക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ആരും നമ്മളെ തിരിഞ്ഞു വാങ്ങാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറിക്കൊക്കെ വലിയ പങ്കുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പോലും നമുക്ക് വളരെ മോശപ്പെട്ട അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മോശപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടപെടുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. അതുപോലെ തന്നെയാണ് CM-ന്റെ ഓഫീസിലാണെങ്കിൽ പോലും ഇടപെടാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല. DYFI എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ തിരിഞ്ഞു നോക്കാത്തത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവർ പല സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലില്ലായ്മയ്ക്കെതിരെ രൂക്ഷമായിട്ട് സംസാരിക്കുകയും കേന്ദ്ര നിയമനത്തിനെതിരെ കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും കേവലം 1 കിലോമീറ്റർ അപ്പുറത്താണ് DYFIയുടെ DC ഓഫീസും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസും ഒക്കെ വരുന്നത്. അവർക്ക് നടന്നു വന്നാൽ പോലും ഈ ഒരു സമരപന്തൽ സന്ദർശിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇത്രയും യുവജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ 60 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ പൊരിവേലത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു മാന്യത ഇവരാരും കാണിച്ചില്ല എന്നുള്ളതാണ്. അത് തികച്ചും യുവാക്കളോട് കാണിച്ച തികച്ചും ഒരു വഞ്ചനയാണത്. കാരണം ഇത്രയും യുവാക്കളെ പുറത്താക്കിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കേരള PSC എന്ന് പറയുന്ന സിസ്റ്റത്തെ എന്ത് വിശ്വസിച്ചാണ് ഇനി വരുന്നത്? ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ അനുജന്മാരടുത്തും പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദയവേത് കേരള PSC എഴുതരുത്, വല്ല പുറത്തുള്ള രാജ്യത്തോ പുറത്തുള്ള സംസ്ഥാനങ്ങളിലോ പോയി രക്ഷപ്പെട്ടോളൂ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഇതിലും വലിയ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരണശിലാ കേന്ദ്രങ്ങളിൽ പോയിട്ട് കേരള PSCയിൽ നിയമനമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങൾ UP-യിലെ നിയമനം കണ്ടിട്ടുണ്ടോ, ബീഹാറിലെ നിയമനം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. കേരള PSC എഴുതുന്ന നമ്മൾ എന്തിനാണ് ബീഹാറിലെയും UP-യിലെയും നിയമനത്തിന്റെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ ബോർഡുകളാണ് പല എക്സാംസും നടത്തുന്നത്. എല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയല്ല എല്ലാ നിയമനങ്ങളും നടത്തുന്നത്. കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സമ്പ്രദായമുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരൊട്ട് അക്സെപ്റ്റ് ചെയ്തതുമില്ല. ഇവരെല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിൽ എല്ലായിടത്തും പറയുന്നതെന്ന് പറഞ്ഞാൽ UPSC തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കേവലം ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രം ഉള്ള ഒരു പ്രശ്നത്തിന് എന്തിനാണത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് പോകാനുള്ളത് പോയി, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാരിനോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനങ്ങളോട് ഇങ്ങനൊരു ചതി കാണിക്കരുത്, ഇനി ദയവേത് കാണിക്കരുത്. കാരണം കേരളം നമ്പർ 1 ആണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് വീണ്ടും പുതിയ PSC ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതുന്നതും ഇതിലോട്ടുള്ള ഒരു വിശ്വാസം അർപ്പിച്ച് ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗതിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇതിന്റെ അപ്പുറമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവേത് നമ്മളൊരു അഭ്യർത്ഥനയാണ് സർക്കാരിനോടുള്ള, ദയവേത് ഇനി നമ്മളെ വഞ്ചിച്ചതുപോലെ ലോകത്തുള്ള ഒരു യുവാക്കളെ വഞ്ചിക്കരുത്, കേരളത്തിലുള്ള ഒരു യുവാക്കളെ വഞ്ചിക്കരുത്. ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പാട്ട് ഞങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പാട്ട് പാടി തുടങ്ങാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങകലെ മഞ്ഞിൽ പുതുമഴ വീഴുന്നുണ്ടേ, അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തു ഞാൻ കണ്ടില്ല നിന്നനവ്, നിന്നനവ്. പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൻ റഹ്മാനേ
പെരിയോനേ റഹീം. ഞാൻ എന്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പാട്ടാണ്. കാരണം 5 വർഷക്കാലം ഒരാൾ മരുഭൂമിയിൽ കിടന്ന് അനുഭവിച്ചതിനേക്കാളും യാതനകളും വേദനകളാണ് ഞങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചേക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 61 ദിവസമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്ന സമരപരിപാടികളെല്ലാം മുട്ടിലണിഞ്ഞും മുടിവെട്ടിയും മണ്ണ് വാരിത്തിന്നും ശയനപ്രദർശനം ചെയ്തും ഒട്ടനവധി സമരപരിപാടികൾ ഞങ്ങൾ നടത്തി. പക്ഷേ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇതുവരെ അനുകൂലമായിട്ടുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിസ്റ്റിനകത്തുള്ള ഒരു 80% ആൾക്കാർക്കും ഇനി ഒരു യൂണിഫോം തസ്തിക പോലുള്ള ടെസ്റ്റുകൾ എഴുതാൻ സാധിക്കത്തില്ല. PSCയുടെ ചരിത്രത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് 2 ഘട്ട പരീക്ഷ നടത്തിയത്. 2019 വന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ 5 വർഷമാണ് ഞങ്ങൾ ഈ ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരുന്നത്. ഇപ്പം 2017 DGP നമ്മുടെ മുഖ്യമന്ത്രിക്കൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2017 കേരളത്തിലെ പോലീസിൽ 18,000 വരുന്ന ആൾക്കാരുടെ ഒഴിവുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഫയൽ പാസ്സാക്കുക വരുന്നെങ്കിൽ നമ്മുടെ ഈ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലി നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇതുവരെ പാസ്സായിട്ടില്ല. വന്ദനാദാസിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി നമുക്കൊരു വാഗ്ദാനം നൽകിയതാണ്. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും സുരക്ഷ ശക്തമാക്കുന്നു. ഈ കഴിഞ്ഞിടെ നമ്മുടെ തൃശ്ശൂർ ഒരു TTRനെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി തള്ളിയിട്ട് കൊല്ലുകയുണ്ടായി. അപ്പോൾ ആ ഹോസ്പിറ്റലുകളിലും ഈ റെയിൽവേയിലടക്കം സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രമസമാധാന പാലനത്തിൽ നമുക്ക് ശക്തിയാകാൻ പറ്റും. പക്ഷേ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ സേനയിൽ വേണ്ടത്ര ആൾക്കാരെ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സാധിക്കത്തുള്ളൂ. അത് ഇതുവരെ നടക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.